Welcome to all. I am Satish Kumar. DC മെഷീൻസ് എന്ന ചാപ്റ്ററിലെ ഡിപ്ലോമയ്ക്കും ബിടെക്കിനും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ പാർട്ട് 7 ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ഇൻ എ DC സീരീസ് മോട്ടോർ എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാംസ്. ഒരു ഷണ്ട് മോട്ടോർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സ്പീഡ് കൺട്രോൾ മെത്തേഡ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ എന്നുള്ളത് അല്ലേ. ഒന്നെന്ന് പറയുന്ന ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, പിന്നൊന്ന് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, പക്ഷെ ഈ സീരീസ് മോട്ടോറിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളത് ഒരു ഡൗട്ട് തന്നെയാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു പെട്ടെന്ന് തന്നെ കൺഫ്യൂഷൻ ആവുകയും ഉത്തരം എഴുതാൻ പറ്റാതെ ഇരിക്കും. സാധാരണ ഇത് 10 മാർക്കിനും 15 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ ആദ്യം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് there are 3 main ways to achieve speed regulation in series DC motor, that is flux control, voltage control and armature resistance control. In the flux control method, a rheostat, that means a type of variable rheostat, because resistance rheostat area, okay, is connected in series with the field windings. Okay, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല മെത്തേഡ് ഉണ്ട്. മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡാണ്, പിന്നൊന്ന് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ്, പിന്നൊന്ന് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഇവിടെ ഫിഗർ നോക്കിയാൽ അറിയാം. ഇവിടെ സീരീസ് ഫീൽഡിനെ പാരലൽ ആയിട്ടൊരു റിയോസ്റ്റാറ്റ് വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ഫീൽഡിന് ഒരു ഫ്ലക്സിനൊരു ചേഞ്ച് ഉണ്ടാവുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡിന് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവുന്നു. Okay, and briefing നോക്കാം. In the flux control method, a rheostat, a type of variable resistor, is connected in parallel with the field windings. The purpose of this component is to decrease the series resistance in the windings, which will reduce the flux, consequently increasing the motor speed. Okay, അപ്പോൾ ഈ ഫ്ലക്സ് റെഡ്യൂസ് ദ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പീഡ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഇവിടെ ഒരു റിയോസ്റ്റാറ്റിന് സീരീസ് ആയിട്ട് ടോട്ടലി, അതായത് ഫസ്റ്റ് സപ്ലൈക്ക് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുത്തിട്ട് അത് സീരീസ് വൈൻഡിങ് വഴി ആർമേച്ചർ വഴി നേരെ സപ്ലൈ നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഇത് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ്. ഇവിടെ ഈ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടോട്ടലി ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ടോട്ടലി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിന് ശരിക്കും എന്താണ് ഒരു വോൾട്ടേജ് അവിടെ നിന്ന് ആദ്യമേ തന്നെ ഡ്രോപ്പ് ആവുകയാണ്. ഡ്രോപ്പായി വളരെ ചെറിയൊരു വോൾട്ടേജ് മാത്രമേ എത്തുന്നുള്ളൂ. ഒരു സ്റ്റാർട്ടർ ഇല്ലാത്ത കണ്ടീഷനിൽ വേണമെങ്കിൽ നമുക്ക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, and the motor speed and torque can be regulated effectively during the motor starting, reduce the voltage initially applied for the armature. Okay, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇവിടെ ആർമേച്ചറിന് മാത്രമായിട്ട് പാരലായിട്ട്, നേരത്തെ നമ്മൾ ഫീൽഡിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ആർമേച്ചറിന് പാരലായിട്ട് റിയോസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ടുകൾ ആർമേച്ചർ റെസിസ്റ്റൻസും നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസും തമ്മിൽ പാരലാവുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അവിടുത്തെ റെസിസ്റ്റൻസ് എല്ലാം ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലക്സ് വേരിയേഷൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ദ സ്പീഡ് വേരിയേഷൻ ഇൻ സീരീസ് മോട്ടോർ ബൈ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് റിക്വയർസ് ദാറ്റ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ആർമേച്ചർ ടെർമിനൽ ഷാൽ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ഓൾട്ടർനേറ്റിംഗ് ഫീൽഡ് കറന്റ്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റിംഗ് ഫീൽഡ് കറന്റ് യാതൊരു വേരിയേഷൻ ഉണ്ടാവാതെ തന്നെ ഇൻ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ദ ഫീൽഡ് ഈസ് വേക്കൺ ആൻഡ് ദ സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. ഫീൽഡ് കൺട്രോൾ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത് ഇത് ഫീൽഡ് വീക്കൻ ആവുകയും ചെയ്യും. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. അപ്പൊ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, അത് സ്ട്രെങ്തനായി മാറിയിട്ട് നമ്മുടെ പുതിയ ഇതിലേക്ക് മാറി. അപ്പൊ ഇത് 3 ടൈപ്പ് മെത്തേഡ്സ് ആണ്: ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ DC സീരീസ് മോട്ടോറിന് ചെയ്യാൻ സ്പീഡ് കൺട്രോൾ മെത്തേഡ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. ഇതിൽ രണ്ടാമത് കാണിച്ച ആ മെത്തേഡാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാര്യം അതെന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാർട്ടർ ഇല്ലാത്ത കണ്ടീഷനിലും
സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കൺട്രോളും സീരീസ് കൺട്രോൾ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇല്ലാത്തടത്തോളം ഹൈ സ്റ്റാർട്ടിംഗ് ആയിരിക്കും, ടോർക്ക് ആയിരിക്കും. അത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മോട്ടറിന് ഡാമേജ് ഉണ്ടാക്കാനോ അപകടം ഉണ്ടാക്കാനോ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോ 7ാമത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ആ വീഡിയോയിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ സെയിം കാറ്റഗറിയിലുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.